വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാർട്ട് ടൈം ജോബ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് കമൻസും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇമെയിൽസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാർട്ട് ടൈം ജോബ്സ് ആസ് സ്റ്റുഡൻസ് ഇൻ ദ നെതർലൻഡ്സ്. അപ്പോൾ നൗ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്, ഷാൽ വി? അപ്പോൾ ഞാൻ ഇത് ഒരു Q&A ടൈപ്പ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അപ്പോൾ അതിനെ ഓരോന്നായിട്ട് അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നൗ ഫസ്റ്റ് തിങ് ഈസ്, ഇവിടെ പാർട്ട് ടൈം ജോലി നെതർലൻഡ്സിൽ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോലി കിട്ടുമോ, ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റും. ഒത്തിരി പേര് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് മീ. ഞാനും ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. ബട്ട് നോട്ട് ലൈക്ക് ദി അതേഴ്സ്. ഞാൻ എല്ലാ വീക്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വർക്ക് വരാറുള്ളൂ, അപ്പോഴേ ഞാൻ ചെയ്യാറുള്ളൂ. ബട്ട് യെസ്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി നെതർലൻഡ്സിൽ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡച്ച് ലാംഗ്വേജ് ഒരു ഒബ്സ്റ്റക്കിൾ ആയിരിക്കും, ഒരു റിക്വയർമെൻ്റ് ആയിട്ട് വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഡച്ച് ലാംഗ്വേജ് ചിലടത്ത് അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരും, ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ദാറ്റ് യു ആർ അപ്ലൈയിങ് ഫോർ. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. ഇപ്പോൾ പൊസിഷൻ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം നമ്മളിപ്പോൾ ഏത് ജോലിയാണെങ്കിലും പാർട്ട് ടൈമിൽ ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ ആക്ച്വലി ലൊക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ലിയോവാർഡനിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷോപ്പ് കീപ്പേഴ്സായിട്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിലേക്ക് യംബോ, ആൽബർട്ടൈൻ, ആൽഡി അവിടെയൊക്കെ കിട്ടാനായിട്ട് പാടായിരിക്കും ഡച്ച് ഇല്ലാതെ. കാരണം ഇത് ഒരു വലിയ സിറ്റിയല്ല, കുഞ്ഞു സിറ്റിയാണ്. ഇവിടെ ഒത്തിരി പേര് ഡച്ചാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് എല്ലാവരും സംസാരിക്കും, പക്ഷേ ബട്ട് സ്റ്റിൽ ഇതൊരു കുഞ്ഞു സിറ്റി ആയതുകൊണ്ട് ഒത്തിരി പേര് ഇംഗ്ലീഷിൽ അങ്ങ് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലൊന്നും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ട്രൈ ചെയ്തിട്ട് അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ലിയോവാർഡനിൽ എനിക്കറിയാവുന്നത് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ജോബ്സാണ് കൂടുതൽ ചെയ്യുന്നത്. നമുക്ക് സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ ഉള്ളതുപോലെ ഇവിടെ ജസ്റ്റ് ഈ ടേക്ക് അവേ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. ലൈക്ക് തൗസ് ബസോർഗ് എന്നാണ് ഡച്ചിൽ പറയുന്നത്, തൗസ് ബസോർഗ്. അപ്പോൾ അവിടെയാണ് കൂടുതൽ പേരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്തായാലും ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സിറ്റി. ഇപ്പോൾ നിങ്ങൾ യൂട്രെക്റ്റ് അല്ലെങ്കിൽ ആംസ്റ്റർഡാം അതുപോലത്തെ വലിയ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു റിക്വയർമെൻറ്റേ അല്ല. നിങ്ങൾക്ക് ഏത് ഷോപ്പിലാണെങ്കിലും ഷോപ്പ് കീപ്പേഴ്സായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ് ആയിരിക്കില്ല. സോ ഇറ്റ് ഡിപ്പെൻസ് മെയിൻലി ഓൺ ദ സിറ്റി ദാറ്റ് യു ലിവ് ഇൻ. അത് കഴിഞ്ഞിട്ട് പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് എത്ര മണിക്കൂർ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും കൺട്രിയിൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ അറിവിൽ ഇപ്പോൾ ജർമ്മനി അല്ലെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ അവിടെ എല്ലായിടത്തും 20 hours ഒരാഴ്ച വർക്ക് ചെയ്യാനായിട്ട്, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റുഡൻസിന് എലിജിബിലിറ്റി ഉള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് 16 മണിക്കൂറേ വർക്ക് ചെയ്യാനായിട്ടുള്ള, ലീഗലി നമുക്ക് 16 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഐ ഓൾസോ റെക്കമെൻഡ് 16 മണിക്കൂർ ജോലി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 16 മണിക്കൂറാണ് വീക്ക്ലി വർക്ക് ചെയ്യാൻ പറ്റുന്നത്. 16-ൽ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ പാർട്ട് ടൈം ജോലി വെച്ച് നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നമ്മൾ നോക്കണം നമുക്ക് മിനിമം വേജ് എത്ര കിട്ടുമെന്നുള്ളത്. അപ്പോൾ ആസ് ഓഫ് ജനുവരി 2024 നമുക്ക് ഇപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ഏജ് ആക്ച്വലി. ഓക്കെ, നിങ്ങൾ 21 വയസ്സിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 13 euros ആണ് നിങ്ങൾക്ക് മിനിമം വേജ് ബിഫോർ ടാക്സ് നിങ്ങൾക്ക് പെയ്ഡ് ആവുന്നത്. അത് ഏജ് അനുസരിച്ച് എമൗണ്ടിന് വ്യത്യാസം വരും. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക. അപ്പോൾ 18 വയസ്സുള്ളവർക്ക് ഡിഫറെൻ്റ് ആണ്, 19 വയസ്സുള്ളവർക്ക് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 9 euro, 10 euro, 11 euro അങ്ങനെ വേരി ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ ദി ഏജ്. 21 വയസ്സും അതിന് കൂടുതലുള്ളവർക്കുമാണ് ഹയസ്റ്റ് ആയിട്ട് 13 euros പെർ അവർ ഇത് വരുന്നത്. എന്താ പറയുക, ഒരു മിനിമം വേജ് പെർ അവർ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു 16 hours നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ 13 into 16 ചെയ്യുമ്പോൾ നിങ്ങൾക്ക്, ഓക്കെ, ഐ ഹാവ് ടു ഡു ദ മാത്ത്. വെയിറ്റ്, ഇത് ചെയ്തിട്ടിരിക്കണമായിരുന്നു. വെയിറ്റ് 13 into 16. ഓക്കെ, 13 into 16 ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 208 ആണ് വരുന്നത്. എന്നിട്ട് നിങ്ങൾ 4 ആഴ്ച ഇപ്പോൾ ചെയ്യുവാണെങ്കിൽ 832. ഇത് ബിഫോർ ടാക്സ് ആണ്. ഇനി ടാക്സും കൂടെ കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് 700 എങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. 700 നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ ഞാൻ എക്സ്പെൻസിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്ര എക്സ്പെൻസീവ് ആണ് നെതർലൻഡ്സ് എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഒരു ഐഡിയ തരുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അക്കോമഡേഷൻ വരുന്നത് അറൌണ്ട് 350 to 500 യൂറോസിന് ഇടയിലായിരിക്കും. അതിന് കൂടാനും ചാൻസ് ഉണ്ട്. എന്തായാലും 350-നേക്കാളും കുറയുന്നത് ചാൻസ് ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് 350-നേക്കാളും കുറവായിട്ടൊരു റൂം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ കൺസിഡർ ഒരു 400-450 നിങ്ങളുടെ എന്താ പറയുക ഒരു എക്സ്പെൻസ് നിങ്ങളുടെ അക്കോമഡേഷൻ റെൻറ്റ് മാത്രം വരുവാണ്. പിന്നെ നിങ്ങൾക്ക് ഗ്രോസറീസ് വരുന്നത് ഒരു 150 to 200 ഗ്രോസറീസ് വരും. പിന്നെ നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നത്, പിന്നെ ഇൻഷുറൻസ്, അങ്ങനത്തെ കുറേ വരുമ്പോഴേക്ക് അറൗണ്ട് 600-650 നിങ്ങൾക്ക്. പിന്നെ ട്രെയിനിൻ്റെ അതിന് ഭയങ്കര, എൻ്റെ അമ്മോ ട്രെയിനൊക്കെ ഭയങ്കര ചാർജാണ്. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് ഇഫ് യു ഗോ ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്, പിന്നെ ഇടയ്ക്കൊന്ന് ടേക്ക് അവേ ഒക്കെ എടുക്കുവാണെങ്കിൽ മനസ്സിലായില്ല, ഒരു 600-650 എന്തായാലും നമുക്ക് ചിലവാകും ഒരു മാസം. അപ്പം നമുക്ക് അങ്ങനെ സേവിങ്സ് പിന്നെ ഒരു 50 അല്ലെങ്കിൽ ഒരു 70 യൂറോസ് സേവ് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇൻഡൾജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സേവ് ചെയ്ത് ഫീസ് അടയ്ക്കാൻ പറ്റുക, അങ്ങനെ അത് നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ മാത്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ എൻ്റെ അടുത്ത് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങളിവിടെ വന്ന് പാർട്ട് ടൈം ചെയ്ത് ഫീസ് അടയ്ക്കാനാണ് നോക്കുന്നതെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫീസിന് വേണ്ടിയിട്ട് സേവ് അപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന 700 നിങ്ങൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാതെ നിങ്ങൾ ഫീസിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് maybe you will be able to manage depending on the fees that you are paying. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 14,000 യൂറോസ് ആണ് ഇയർലി ഫീസ് വരുന്നതെങ്കിൽ എന്തായാലും 700 യൂറോസ് മാസം വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അടയ്ക്കാൻ പറ്റില്ല. ബട്ട് സംവാട്ട് നിങ്ങൾക്ക് അതിലോട് എന്താ പറയുക ഒരു 7,000-8,000 യൂറോസ് നിങ്ങൾക്ക് ഫീസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. ഈ 700 യൂറോസ് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എക്സ്പെൻസ് മീറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. രണ്ടും കൂടെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓക്കെ, ഇഫ് ലീഗലി നിങ്ങൾ 16 hours മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ബാക്കപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ഫീസിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ഫീസ് പേ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസ് ഈ പൈസ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം വരാൻ. അല്ലാതെ ആദ്യത്തെ ഒരു വർഷത്തെ ഫീസ് എങ്ങനെയെങ്കിലും അടച്ചിട്ട് ബാക്കി ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്ത് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. ഓക്കെ, ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് നിങ്ങൾ ഇതിനെപ്പറ്റി നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം വരാൻ. എൻ്റെ ഒരു അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് ബെയർലി മീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ്. ഇത് ബെയർലി നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ ആഴ്ചയിൽ 16 മണിക്കൂർ വെച്ചിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മർ വെക്കേഷൻ്റെ സമയത്ത്, അതായത് ഇനിയിപ്പോൾ കുറച്ച് 1-2 മാസം കഴിയുമ്പോൾ സമ്മർ വെക്കേഷൻ എങ്ങാണ്ടാവും തോന്നുന്നു. അപ്പോൾ സമ്മർ വെക്കേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യാം. ഒന്നെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ പാർട്ട് ടൈം, അല്ലെങ്കിൽ സമ്മർ വെക്കേഷൻ 3 months ഫുൾ ടൈം ജോലി ചെയ്യാം. അതിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 months നിങ്ങൾ ഫുൾ ടൈം ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ ഒരു ബേർഡൻ ഇല്ല. നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് എല്ലാം ഒന്നുമില്ല, നിങ്ങൾ ഫ്രീ ആണ്, അന്നേരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അല്ലാതെ ത്രൂ ഔട്ട് ദ ഇയർ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ജോലി നോക്കണം, പഠിക്കണം, അതെല്ലാം മാനേജ് ചെയ്യണം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിരിക്കും. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുമോ, ലൈക്ക് പഠിത്തവും പാർട്ട് ടൈമും മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ്. മാനേജ് ചെയ്യാൻ പറ്റണം. നിങ്ങളിപ്പോൾ പുറത്ത് ഒരു രാജ്യത്ത് പഠിക്കാൻ വരുമ്പോൾ നിങ്ങളിനിപ്പോൾ എന്ത് വന്നാലും മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കണം നിങ്ങൾ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് ഭയങ്കര ടഫായിരിക്കും. എസ്പെഷ്യലി വിൻ്റർ സമയത്ത് ഫുൾ ടൈം തണുപ്പും മഞ്ഞും മഴയും കാറ്റും എല്ലാം. പിന്നെ പെട്ടെന്ന് നേരം വെളുക്കുന്ന സൂര്യനെയൊന്നും കാണാൻ കൂടെ കിട്ടത്തില്ല കുറേ ദിവസത്തേക്ക്. അപ്പോൾ നേരം വെളുക്കുമ്പോഴും അത്ര വെളിച്ചമൊന്നും കാണില്ല. വൈകിട്ടാണെങ്കിൽ ഒരു 3-3:30 ആകുമ്പോഴേ ഇരുട്ടി തുടങ്ങും. അതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പഠിത്തവും ഒക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി പേര് ഇവിടെ ചെയ്യുന്നില്ലേ, അപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് അനുസരിച്ചും കൂടെ ഇരിക്കും. അപ്പോൾ നല്ല ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് എന്തായാലും വേണം. അതൊക്കെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ പഠിക്കും. ഇവർ പഠിപ്പിക്കും. കാലണ്ടർ ബ്ലോക്കിംഗ്, ഇവിടെ എല്ലാവരും കാലണ്ടർ ബ്ലോക്കിങ്ങിൻ്റെ ആൾക്കാരാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും കാലണ്ടറിലിടും. എന്തെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഷെഡ്യൂൾ ചെയ്തൊക്കെയാണ് ജീവിക്കുന്നത്. ലൈക്ക് ഇറ്റ്സ് ക്രേസി. അപ്പോൾ ആ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് വന്നോളൂ. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്, ടൈം മാനേജ്മെൻറ്റ് സ്കിൽസൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് അക്വയർ ചെയ്യും. പിന്നെ
നമ്മൾ ജോലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, പാർട്ട് ടൈം ജോലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. പഠിത്തത്തിനായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, അല്ലാതെ നിങ്ങളിവിടെ വന്നിട്ട് എനിക്ക് അവേഴ്സ് മീറ്റ് ചെയ്യണം, അവേഴ്സ് കംപ്ലീറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെൻറ്റ്സ് ഒക്കെ ഇത്തിരി ഒന്ന് ട്വീക്ക് ചെയ്ത് പിന്നീട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. കാരണം ഇവർ സ്റ്റഡീസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളൊരു അസൈൻമെൻറ്റിനെ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിവിയർ റിപ്പർക്കഷൻസ് ഉണ്ടായിരിക്കും. സോ ഐ വുഡ് സജസ്റ്റ് യു ഗിവ് പ്രൈം ഇമ്പോർട്ടൻസ് ടു യുവർ സ്റ്റഡീസ്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം എല്ലാവരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ജോബ്സാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറി ജോബ്സ് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ കൂടുതലും ആൺപിള്ളേർ അല്ലേ, ഇവിടെ പെൺപിള്ളേരും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല, ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലും ഞാൻ കണ്ടത് ഇന്ത്യൻസ് കൂടുതൽ ആൺകുട്ടികളാണ് ഡെലിവറി ജോബ്സിന് പോകുന്നത്. പെൺകുട്ടികൾ ഡെലിവറി ജോബ്സിന് പോയി ഞാൻ കണ്ടില്ല. മേ ബി അതിപ്പോൾ എൻ്റെ ഈ സിറ്റി ആയതുകൊണ്ടായിരിക്കാം ഞാൻ കാണാത്തത്. ഇന്ത്യൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒന്നാമത് ഇന്ത്യൻസ് കുറച്ചേ ഉള്ളൂ, അത് വേറെ. അപ്പോൾ അതുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളിപ്പോൾ മാസ്റ്റർ സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല അക്കാഡമിക് ക്രെഡൻഷ്യൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ പ്രൊഫസറിൻ്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ജോബും ചെയ്യാൻ പറ്റും. അത് ഇച്ചിരി കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ജോലിയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഷോപ്പ് കീപ്പേഴ്സായിട്ട് ഒക്കെ സൂപ്പർ മാർക്കറ്റ്സിലോ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഷോപ്സിൽ പോകാൻ പറ്റും. പിന്നെ നിങ്ങളിപ്പോൾ സ്പോർട്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നൈക്കിയുടെയൊക്കെ ഷോറൂമിൽ നിങ്ങൾക്ക് സെയിൽസ് പേഴ്സൺ അല്ല, ഷോപ്പ് കീപ്പറായിട്ട് നിങ്ങൾക്ക് സ്പോർട്സിൽ ഇച്ചിരി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇത്തിരി നല്ല ആക്റ്റീവ് എന്നല്ല, നിങ്ങൾക്ക് സ്പോർട്സിൽ നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഡിക്കാത്ലോൺ ഇപ്പോൾ നാട്ടിലാണെങ്കിലും സ്പോർട്സിലുള്ളവരല്ലേ അവരെടുക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെയും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഷോപ്പ് കീപ്പേഴ്സൊക്കെ ആയിട്ട്. പിന്നെ അല്ലാതെ റെഗുലർ ജോബ്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് ക്ലീനിങ് അങ്ങനത്തെയും ഒക്കെ ജോബ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് അതിലോട്ട് നിങ്ങൾ പോവുക. അപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് ജോലികളും ഉണ്ട്. ഓക്കെ, ഇവിടെ വേറെ ഏത് രാജ്യത്തും ഉള്ളതുപോലെ ഈ സ്റ്റുഡൻസിന് ഈ വക എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ പിന്നെ വരുന്നത് ഈ ഡെലിവറിയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ എല്ലാവരും സൈക്കിളാണ് ഡെലിവറിക്ക് പോകുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് കം ടു ആസ് എ സർപ്രൈസ്. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എല്ലാവരും സൈക്കിൾ എല്ലാവർക്കും ഉണ്ട്. ആക്ച്വലി ഇവിടെ ആൾക്കാരെക്കാളും കൂടുതൽ സൈക്കിളുള്ള രാജ്യമാണ് ഈ നെതർലൻഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൊച്ചു കുട്ടികൾ തൊട്ട് അമ്മൂമ്മമാർ അപ്പൂപ്പന്മാർ വരെ സൈക്കിളാണ് എല്ലാവരും ഫുൾ ടൈം പോകുന്നത്. കാറും ഉണ്ട്, പക്ഷേ അവർക്ക് ഒബ്വിയസ്ലി അവർക്ക് എന്തായാലും സൈക്കിളും കാണും. അപ്പോൾ നിങ്ങളും ഡെലിവറിക്ക് പോകുമ്പോൾ സൈക്കിളിലായിരിക്കും നിങ്ങൾ പോകുന്നത്. നിങ്ങളിവിടെ എന്തായാലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ എന്തായാലും ഒരു സൈക്കിൾ മേടിക്കും. നിങ്ങൾ സൈക്കിൾ ഓട്ടാൻ പഠിച്ചിട്ടൊക്കെ വേണം വരാൻ. അപ്പോൾ നിങ്ങൾ സൈക്കിളായിരിക്കും പോകുന്നത്. അപ്പോൾ ചില കമ്പനീസ് എനിക്കൊന്ന് ഫ്ലിങ്ക് ഒക്കെയാണ് ഈ ഡെലിവറിക്കുള്ള ഫ്ലിങ്ക് സ്റ്റേഷനറി ഐറ്റംസ് ആണെന്ന് തോന്നുന്നു ഫ്ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലിങ്ക് അപ്പോൾ അവരൊക്കെ അവരുടെ തന്നെ ബൈക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ബൈക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെന്തോ അലവൻസ് കുറവായിരിക്കും. നിങ്ങൾ റെഗുലർ ബൈക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തോ എക്സ്ട്രാ അലവൻസ് കിട്ടും. പിന്നെ ഈ ഡെലിവറിക്ക് പോകുന്നവർ, എസ്പെഷ്യലി ഫുഡ് ഡെലിവറിക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ ടിപ്പൊക്കെ കിട്ടാറുണ്ട്. ഈ വിൻ്റർ സമയത്ത് എസ്പെഷ്യലി ഇവിടുത്തെ ആൾക്കാർ ഇത്തിരി ജനറസ് ആണ്. അപ്പോൾ അവർ ടിപ്പൊക്കെ കൊടുക്കാറുണ്ട്. ഒരു €5, €10, €20 വരെ എൻ്റെ ഫ്രണ്ടിന് കിട്ടിയ കാര്യം ഈ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. സോ അപ്പോൾ ഡെലിവറി ജോബ്സിന് അങ്ങനെ ഒരു പെർക്കും കൂടിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിപ്സും കിട്ടും. പിന്നെ എന്തോ പറഞ്ഞു വന്നത്, യെസ്, ഡെലിവറി ജോബ്സ് ആണെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി സൈക്കിളായിരിക്കും ചവിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ലിമിറ്റ് കാണില്ല, ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് സൈക്കിൾ ഔട്ടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതൊരു ഫ്ലാറ്റ് കൺട്രിയാണ്, അതുകൊണ്ട് സൈക്കിൾ ഔട്ടാൻ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. ബട്ട് സ്റ്റിൽ എത്രയെന്നും വെച്ച് നമുക്ക് ഒരു ദിവസം സൈക്കിൾ ഔട്ടാൻ പറ്റുമല്ലേ. അപ്പോൾ നിങ്ങൾ ഒത്തിരി ടയേർഡാവും, സൈക്ലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ടയേർഡായി വന്ന് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഒത്തിരി നിങ്ങളുടെ ജോബ് അനുസരിച്ച് നിങ്ങളുടെ ഒരു എനർജി ലെവലും ഒക്കെ ഒന്ന് മാച്ച് ചെയ്യണം. അപ്പോൾ കൂടുതലും പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നില്ല ഈ ഡെലിവറി ജോബ്സ് ഓപ്റ്റ് ചെയ്യുമെന്ന്. നത്തിങ് അഗെയിൻസ്റ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഓപ്റ്റ് ചെയ്തില്ല. ഞാൻ എന്തായാലും ഇത്രയും മണിക്കൂർ സൈക്കിൾ ഔട്ടാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് ഡെലിവറി ജോബ്സ്. പിന്നെ വരുന്നത് വിസയുടെ കാര്യമാണ്. അപ്പോൾ വിസ നമുക്ക് ഇവിടെ നെതർലൻഡ്സിൽ വന്നിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് ഇവിടെ ഒരു റെസിഡൻസ് പെർമിറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്റ്റുഡൻറ്റ് വിസയിലല്ല നമ്മൾ ജോലി ചെയ്യുക. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയർ നമുക്ക് വേണ്ടി ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും നമുക്ക് വേണ്ടി വിസയ്ക്ക് എംപ്ലോയർ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിന് കുറച്ച് സമയം എടുക്കും. നിങ്ങളിപ്പോൾ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ ഇവിടെ വന്നു, പിന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജോലി തപ്പിപ്പിടിച്ച് ഓക്കെ കിട്ടി. പക്ഷേ പിന്നെ വീണ്ടും വിസ പ്രോസസ്സിങ്ങിന് ഒരു വർഷം, എന്താ പറയുക, വിസ പെർമിറ്റ് ലൈക്ക് വർക്ക് പെർമിറ്റിന് ഒരു മാസം 1.5 മാസം ഒക്കെ എടുക്കും അത് പ്രോസസ്സായി വരാൻ. അപ്പോൾ ഡെസ്പാകരുത്. വന്ന ഉടനെ ഒരു ജോലി കിട്ടി വന്ന പിറ്റേന്ന് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ജോലിക്ക്
പോയി തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വന്ന് ഒരു ജോലി കണ്ടുപിടിച്ച് എല്ലാം സെറ്റായി വരാനായിട്ട് ഒരു 2-3 മന്ത്സ് എന്തായാലും മിനിമം 2-3 മന്ത്സ് എടുക്കും. ഒരു ജോലി കിട്ടി നിങ്ങൾ ജോലിക്ക് പോയി തുടങ്ങാൻ മിനിമം 2-3 മന്ത്സ് എടുക്കും. ഓക്കെ, പിന്നെ ഉള്ളൊരു കാര്യം പിന്നെന്താ, പിന്നെ നിങ്ങളിവിടെ ജോലി ചെയ്യുമ്പോൾ, പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ബേസിക് ഡച്ച് ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഷുറൻസ് ആയിരിക്കും എടുക്കുന്നത്. ഞാൻ സ്റ്റുഡൻറ്റ് Aon ഇൻഷുറൻസ് എൻ്റെ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്ത ഇൻഷുറൻസ് എടുത്തിട്ടാണ് വന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആണെങ്കിലും ബേസിക് ഡച്ച് ഇൻഷുറൻസ് എടുക്കണം. അത് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഇൻഷുറൻസ് അറൗണ്ട് ഞാൻ പേ ചെയ്തത് 56 യൂറോസ് എവറി മന്ത്. ഓരോ മാസം 56 യൂറോസ് ആണ്. അപ്പോൾ നിങ്ങൾ ബേസിക് ഡച്ച് ഇൻഷുറൻസ് വരുന്നത് ഒരു 150 to 180 യൂറോസ് അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു മാസം അടയ്ക്കേണ്ടത്. പക്ഷേ ഡോണ്ട് വറി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ആകെ കിട്ടുന്ന 700-ൽ ഇത്രയും പൈസ വീണ്ടും ഇൻഷുറൻസിന് കൊടുക്കണമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ നമുക്ക് ഒരു മിനിമം ഒരു 30,000 ആ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് 30,000 സംതിങ്, അല്ലെങ്കിൽ 33,000 ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. പക്ഷേ അതിൽ കുറവായിരിക്കും എന്തായാലും നമുക്ക് ഒരു വർഷം കിട്ടുന്ന ആനുവൽ ഇൻകം. അതിൽ കുറവാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ അലവൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ റെൻറ്റ് അലവൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇൻഷുറൻസിന് നമുക്ക് അലവൻസിന് അപ്ലൈ ചെയ്ത് ഫുൾ ടൈം ജോലി ചെയ്യുന്നവർക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. കാരണം ഫുൾ ടൈം ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ എക്സ്പാറ്റ്സ് ഫുൾ ടൈം ജോലി കിട്ടി വരുന്നവർക്കാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവരുടെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ കൊടുക്കണം. പക്ഷേ ആസ് സ്റ്റുഡൻസ് നമുക്ക് അത്രയും ഒരു ഇൻകം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റെൻറ്റ് അലവൻസിന് അപ്ലൈ ചെയ്യുന്നത് പോലെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അലവൻസിന് ബെനിഫിറ്റിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 150 പേ ചെയ്യുമ്പോൾ നമുക്ക് ആ 150 നമുക്ക് എല്ലാ മാസവും ഗവൺമെൻറ് തിരിച്ചു തരും. സോ if you do the math, you are essentially paying 0 for health insurance. പക്ഷേ നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് ഇല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് ഇൻഷുറൻസ് എടുക്കുകയാണ്, 56 per month യൂറോസ് പെർ മന്ത് നിങ്ങൾ പേ ചെയ്യുവാണെങ്കിൽ യു ഹാവ് ടു കണ്ടിന്യൂ പേയിങ് ദാറ്റ്. അതിന് നിങ്ങൾക്കൊരു ഇതില്ല, ഒരു അലവൻസ് കിട്ടില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നില്ല, പാർട്ട് ടൈം ജോലി നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അലവൻസ് കിട്ടില്ല. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് പിന്നെ ഇനി എവിടെയാണ് ഈ പാർട്ട് ടൈം ജോലി എങ്ങനെ കണ്ടുപിടിക്കുക, എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മളെല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത്, ഗൂഗിളിൽ നോക്കും, അത്രയല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് റാൻഡംലി മെക്ഡോണൾഡ്സിലൊക്കെ പോയിട്ട് നിങ്ങൾ CV ഹാൻഡ് ഓവർ ചെയ്തിട്ട് സംസാരിക്കാം. ലൈക്ക് ഡു യു ഹാവ് എനി ഓപ്പണിംഗ്, ഞാൻ ഇവിടെ കിച്ചണിൽ എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ മേ ബി ദേ വിൽ സേ യെസ് ഓർ നോ. അങ്ങനെ ഷോപ്സിൽ പോയി ഡയറക്റ്റായിട്ട് CV കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഗൂഗിൾ ചെയ്ത് ചെയ്യാം. അതാണ് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ചില വെബ്സൈറ്റ്സ് ഉണ്ട്, recruitment.nl അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് ജോബ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എന്താ പറയുക റിക്രൂട്ടിംഗ് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവരും നിങ്ങൾക്ക് എന്താ പറയുക അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലീനിങ് ജോബ്സ് അങ്ങനത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൗസ് ഹെൽപ്പ് അങ്ങനത്തേക്കുള്ള ജോബ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അതുവഴി ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ തന്നെ വിസ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ഫൈൻഡ് എ ജോബ്. യു ടോക്ക് ടു പീപ്പിൾ, നിങ്ങൾ ആൾക്കാരോട് സംസാരിക്കുക, ഷോപ്സിൽ പോവുക, ഗൂഗിൾ ചെയ്യുക. ദാറ്റ്സ് ഓൾ യു ക്യാൻ ഡു. അങ്ങനെയൊക്കെ ചെയ്ത് തന്നെയാണ് എല്ലാവരും ജോലി കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ഇനി പ്രത്യേകം ഒരു ഇതൊന്നുമില്ല. പിന്നെ ലിങ്ക്ഡിനിൽ എനിക്ക് തോന്നുന്നില്ല ലിങ്ക്ഡിൻ വഴി ഇങ്ങനത്തെ സ്റ്റുഡൻറ്റ് പാർട്ട് ടൈം ജോബ്സ് കിട്ടും. ഇന്റേൺഷിപ്പ് ഒക്കെ കിട്ടും, പക്ഷേ പാർട്ട് ടൈം ജോബ്സ് ഐ എം നോട്ട് ഷുവർ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അതിനുവേണ്ടി തപ്പിയിട്ടില്ല എന്ന് വേണം പറയാൻ ആക്ച്വലി. ബട്ട് എന്നാലും ഇല്ലാന്ന് തോന്നുന്നു. എനിവേസ്, ഹാവ് എ ലിറ്റിൽ ഫെയ്ത്ത് ആൻഡ് യെസ്, കം ഹിയർ ആൻഡ് എക്സ്പ്ലോർ. അത്രേ എനിക്ക് പറയാനേ ഉള്ളൂ. നിങ്ങൾ ഒത്തിരി വറി ചെയ്ത് ഒത്തിരി ഡൗട്ട്സും ഒത്തിരി വറിയൊക്കെ കാണും. ഇപ്പോൾ ഞാനിവിടെ വരുന്നതിന് മുന്നേ എനിക്കും അതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഹാവ് എ ലിറ്റിൽ ഫെയ്ത്ത്, കം ഹിയർ, യു വിൽ ഡെഫിനറ്റ്ലി മാനേജ്. ഓക്കെ, നമ്മളെ എന്താ പറയുക, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ എങ്ങനെയെങ്കിലും പറ്റുന്ന രീതിക്ക് മാനേജ് ചെയ്യുമല്ലോ. അതുപോലെ നിങ്ങൾ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഓക്കെ, അങ്ങനെയൊക്കെയല്ലേ ചെയ്ത് വരേണ്ടത്. അങ്ങനെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. എനിവേസ്, ഐ ഡോണ്ട് വോണ്ട് ടു give advice about that, but yeah, that's about this video. ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് ഐ അഡ്രസ്ഡ് ഓൾ യുവർ കൺസേൺസ് ആൻഡ് കമൻറ്റ്സ്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഞാൻ ഇതിൽ അഡ്രസ്സ് ചെയ്യാത്ത പാർട്ട് ടൈം ജോബ്സിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഐ വിൽ ട്രൈ ടു അഡ്രസ് ദാറ്റ്. ഒന്നെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വേറെ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നെതർലൻഡ്സിൽ വരാൻ നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ ദിസ് വീഡിയോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ആണെങ്കിൽ you know the drill, subscribe ചെയ്യുക. And yeah, that's it for this video, and I will see you guys in my next video. Bye.